ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഈ ഒരു പലഹാരം നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ കുമ്പളങ്ങ തൊലിയേക്കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ആ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഹോളി വെച്ച് തന്നെ ഈ കുമ്പളങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ 1/2 കിലോ കുമ്പളങ്ങയും ഇവിടെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ജ്യൂസ് ഒന്ന് സെപ്പറേറ്റ് ആക്കണം. അതിനായിട്ട് നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. സ്ട്രെയിനറിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് ഈ സ്പാച്ചില കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ആ മാക്സിമം ജ്യൂസ് വരുന്ന രീതിയിൽ നമുക്കിതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാക്സിമം ജ്യൂസ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഒന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെയ്ക്കകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ അണ്ടിപ്പരിപ്പിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങ എടുത്തത് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഈ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമുക്കിതൊരു നെയ്യ് വീഴാതെ ഈ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും മാത്രം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഈ നെയ്യിലേക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് സെപ്പറേറ്റ് ആക്കി ആ കുമ്പളങ്ങ ഇട്ട് കൊടുത്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിവിടെ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്ന ആ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഈ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളിനി ഇതിലേക്ക് സെപ്പറേറ്റ് വെള്ളം ഒന്നും ഒഴിക്കേണ്ട. ഈ കുമ്പളങ്ങ ജ്യൂസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ബാക്കി കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ഇന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം കുമ്പളങ്ങി ഇവിടെ നിന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു അല്പസമയം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ട്രൈ ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാമെന്ന്. ശർക്കരയാകുമ്പം അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് ട്രൈ ആയി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഇതിവിടെ നിന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ പരുവായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ അടിഭാഗം ഇതുപോലെ മൊരിഞ്ഞ് വരുന്ന ആ ഒരു പരുവായി വരുമ്പോഴേത് കറക്റ്റ് പരുവായി കിട്ടുന്നത്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് നെയ്യ് തടവി ഒരു ബൗളിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നെയ്യ് തടവി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഈ സ്പാച്ചില കൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടൊക്കെ നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ കുമ്പളങ്ങ വെച്ച് ചെയ്തെടുക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.